ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തൊക്കെയാണെന്നൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാലോ? ടീച്ചറും പറയാം, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഒന്ന് റീകളക്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ഒരു ചെടി നടാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഒരുപാട് പഴക്കം ചെന്ന ചെടിയൊന്നും ആവരുതല്ലേ. മധ്യകാലത്തുണ്ടായ മൂപ്പെത്തിയ ഒരു ഫലത്തിൽ നിന്ന്, മധ്യകാലത്തുണ്ടായ ഒരു സസ്യത്തിൻ്റെ മൂപ്പെത്തിയ ഒരു ഫലത്തിൽ നിന്നായിരിക്കണം നമ്മൾ വിത്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം നടീൽ വസ്തുക്കളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം. ഇല വെച്ച് നമ്മൾ എന്തൊക്കെയാണ് നടുക? ഇല മുളച്ചി. ഭൂകാണ്ഡം വെച്ചോ? ഇഞ്ചി. വേര് വെച്ചാണെങ്കിൽ കറിവേപ്പില. തണ്ട് വെച്ചോ? തണ്ട് വെച്ച് നമ്മൾ നടുന്നതാണ് കുരുമുളകിൻ്റെ ചെടി. ഇനി നമ്മൾ കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയ്ക്കൊരു സ്പെഷ്യലായിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. മുരിങ്ങ നടുന്നത് കാണ്ഡം ഉപയോഗിച്ച് നടുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങ വിത്ത് മുളച്ച് പുതിയ തൈച്ചെടികളും മുരിങ്ങയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിത്ത് മുളച്ച് തൈകൾ ഉണ്ടാകുന്നതിന് നമ്മൾ പറയുന്ന പേര് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. അതിനുദാഹരണമാണ് മുരിങ്ങ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്ന ഒരു സസ്യമാണ് മുരിങ്ങ. അതുപോലെ തന്നെ ശീമക്കൊന്ന എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സസ്യം നടുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാണ്ട് അതിൽ നിന്നും ഫലമൊക്കെ നമുക്ക് കിട്ടിയ ആദായം കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അല്ലാണ്ട് ഒരുപാട് വർഷം കഴിഞ്ഞ് പയ്യൊക്കെ ഉണ്ടായാൽ മതി എന്നും ആഗ്രഹിച്ചായിരിക്കും നമ്മൾ നടുക? അല്ല അല്ലേ. അത്തരത്തിൽ എല്ലാവർക്കും വേഗത്തിൽ ഫലം, നല്ല ഗുണമേന്മയുള്ള ഫലം കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പേരയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, ഒരു പേര നട്ട് എത്ര കാലം കഴിഞ്ഞായിരിക്കും അതിൽ പേരയ്ക്ക ഉണ്ടാവുക? നമ്മൾ വിചാരിക്കുക എന്നാൽ നമുക്കത് എളുപ്പത്തിൽ അന്ന് അതിൻ്റെ ഒരു കൊമ്പ് കൊണ്ടുപോയി കൊത്താമെന്ന് വിചാരിച്ചാൽ കൊമ്പ് പെട്ടെന്ന് പിടിക്കുകയോ ഇല്ല. അങ്ങനെ കമ്പ് പിടിക്കുമായിരുന്നെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഫലം കിട്ടിയേനല്ലേ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഗുണമേന്മയുള്ള ഫലം, ഒരുപാട് ദീർഘകാലം എടുക്കാണ്ട് ഗുണമേന്മയുള്ള ഫലങ്ങൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അങ്ങനെ കിട്ടുന്നതിനുള്ള പല പല രീതികളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ രീതിയാണ് പതിവയ്ക്കൽ. നമ്മൾ പേരയ്ക്ക നമ്മൾ പറഞ്ഞില്ലേ, പേരയ്ക്കൊക്കെ നമ്മൾ വേഗത്തിൽ കമ്പ് നടുവാണെങ്കിൽ അതിനകത്ത് വേര് വരുമായിരുന്നെങ്കിൽ നമുക്ക് വേഗത്തിൽ തൈച്ചെടി പിടിച്ച് വേഗത്തിൽ തന്നെ നമുക്ക് ഫലം ലഭിച്ചേനെ. അത്തരത്തിൽ മാതൃസസ്യത്തിൻ്റെ കമ്പിൽ വേര് മുളപ്പിച്ച ശേഷം ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ലെയറിങ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മാതൃസസ്യത്തിന് കമ്പിൽ തന്നെ നമ്മൾ വേര് മുളപ്പിക്കുന്നു. വേര് മുളപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ നടുന്നു. അങ്ങനെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പതിവയ്ക്കൽ അഥവാ ലെയറിങ് എന്ന് പറയുന്നത്. ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അതായത് വേര് അതിനകത്ത് പിടിച്ചതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്ത് നടുന്നതിനെയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകാനായിട്ട് ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇതിൽ 3 ഘട്ടങ്ങളായിട്ട് കാണിച്ചിരിക്കുന്ന ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കിയിട്ട് എങ്ങനെയാണ് ഈ പതിവയ്ക്കലെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് എങ്ങനെയുള്ള സസ്യമാണ് നമ്മൾ പതിവയ്ക്കാനായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്നാണ്. അതായത് മാതൃസസ്യത്തിൻ്റെ പ്രധാന തടിയിൽ നിന്നുള്ള ഒരു പെൻസിലിൻ്റെ വലിപ്പമുള്ള ഒരു കമ്പാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഈ കമ്പിൻ്റെ 2 പർവ്വങ്ങൾ അഥവാ നോട്ട്സിനിടയിലുള്ള തൊലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വളയുടെ ഷേപ്പിൽ നമ്മൾ ചെത്തി മാറ്റുക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇവ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ചെത്തി മാറ്റിയില്ലേ വളയുടെ ഷേപ്പിൽ, ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ മിക്സ് ചെയ്തിരിക്കുന്ന മിക്സ്ചർ എന്ത് ചെയ്യുക? അവിടെ നന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കുക. ശേഷം നമ്മളൊരു പോളിത്തീൻ കവർ വെച്ച് നന്നായിട്ടിത് കെട്ടുക. എന്നിട്ട് ചെറുതായിട്ട് നനച്ച് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത് ഇത് എത്ര കാലം നമ്മളിതിങ്ങനെ സൂക്ഷിക്കണം? 2 മാസത്തിനകം എന്ത് സംഭവിക്കും? ഈ പതി വെച്ച സ്ഥലത്ത് നമ്മൾ അവിടെ വേരുകൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് ഈ പോളിത്തീൻ കവർ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഈ വേര് വന്നതിന് കുറച്ച് താഴ്ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ട് നമ്മളത് ഒരു ഗ്രോ ബാഗിൽ നടുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത്
നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്കതിനെ മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. നമ്മൾ ഇതിനായിട്ട് ലെയറിങ്ങിനായിട്ട് ഒരു പെൻസിലിൻ്റെ വലിപ്പമുള്ള ഒരു കമ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ കമ്പ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള ഒരു കമ്പായാൽ കൂടുതൽ അഭികാമ്യമാണ്. മേക്ക് എ കട്ട് ഓഫ് 2-3 സെൻറ്റിമീറ്റർ ലെങ്ത് ഇൻ എ സർക്കുലർ ഷേപ്പ് ഓൺ ദ ബാർഗിൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഓഫ് ദി സ്റ്റെം. അതായത് ഇതിൻ്റെ നമ്മുടെ 2 നോട്ട്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ ഷേപ്പിൽ നമ്മളതിനെ ചെത്തി മാറ്റുക. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ പറയുന്നത്? അപ്ലൈ എ സ്ലൈൻലി വെറ്റ് മിക്സ്ചർ ഓഫ് കോക്കോപീറ്റ് സോയിൽ ആൻഡ് കൗഡങ് പൗഡർ ഇൻ ടു ദിസ് ഏരിയ. അതായത് നമ്മൾ എന്ത് ചെയ്യുക? മിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ചകിരിച്ചോറ്, അതുപോലെ തന്നെ മണ്ണ്, ചാണകം, ഇവ എന്ത് ചെയ്യുക? നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നന്നായി പൊത്തി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിവിടെ നന്നായിട്ട് ചുറ്റുക. വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയർഡ്. ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം തളിക്കാം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റേജിൽ പറയാണ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിംഗ് വിത്ത് 2 months. 2 മാസത്തിനുള്ളിൽ ഇതിൽ ചെറിയ ചെറിയ വേരുകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിംഗ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. ഇത് ഇതിൻ്റെ വേര് വന്നതിൻ്റെ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്ലവർ പോട്ടിലോ ഗ്രോ ബാഗിലോ നടാം. വെൻ ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ്, അതായത് ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റ് ഇൻ ദ സോയിൽ. അതായത് നമുക്ക് മണ്ണിലേക്ക് ഇതിനെ മാറ്റി നടാം. ഇപ്പോൾ പഠിച്ചത് പതിവയ്ക്കൽ അഥവാ ലെയറിങ് എന്താണ്. അതായത് മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം എന്ത് ചെയ്യുക? മുറിച്ച് നടുകയാണ്. എന്നിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പറഞ്ഞല്ലോ, അതിലും തണ്ടുകളിൽ വേരുകൾ വരികയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പല ഭാഗങ്ങളിലായിട്ട് ഇടവിട്ട് മണ്ണിട്ട് മൂടുന്നു. അപ്പോൾ അവിടെ ഒരു വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നാഗപതിവയ്ക്കൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ഇടവിട്ട് മണ്ണ് മൂടുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ വേരുകൾ വരുന്നു. എന്നിട്ട് അതിനെ മുറിച്ച് നടുകയാണ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് നാഗപതിവയ്ക്കൽ അഥവാ സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നു. ഇങ്ങനെ പതിവയ്ക്കുന്ന മറ്റ് സസ്യങ്ങളാണ് ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില തുടങ്ങിയവ. എന്നാൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പേരയ്ക്കൊക്കെ എന്താണ്? പേരയിലൊക്കെ എന്താണ്? വായുവിൽ പതിവയ്ക്കലാണ്, എയർ ലെയറിംഗ് ആണ്. അവിടെ നമ്മൾ അതിനായിട്ടുള്ള ഉദാഹരണങ്ങളാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ, ചാമ്പ, അത്തി, ബദാം മുതലായവ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്, അതിൻ്റെ ഉദാഹരണങ്ങൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ, നാഗപതിവയ്ക്കൽ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ കുറച്ചാണ് പഠിച്ചിട്ടുള്ളെങ്കിലും അതെന്ത് ചെയ്യുക? നന്നായിട്ട് വീഡിയോ വീണ്ടും കണ്ട് എന്ത് ചെയ്യുക? തറവായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.